എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർക്കറ്റിലെ ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഷെയറുകളാണ് ഇന്നലെ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ ഒരു ഷെയർ മാത്രമേ ഉള്ളായിരുന്നു ആവറേജ് ചെയ്യുന്ന ചാൻസ് കിട്ടാൻ സാധ്യതയുള്ളത്. അത് നമുക്ക് കറക്റ്റ് അത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ 17 ഷെയർ എടുത്തിട്ടുള്ള അതിൽ നമുക്കൊരു 8-9 ഷെയറോളം നമുക്ക് നല്ല ചാൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ മാർക്കറ്റ് ഹെവിയായിട്ട് ഡൗൺഫോൾ ആയിരുന്നല്ലോ, അപ്പോൾ എല്ലാ ഷെയറും കണ്ടമാനം ഇറങ്ങിപ്പോയി. നമ്മളുടെ ഷെയർ ലെവൽ വന്നിട്ട് ഇറങ്ങുന്ന ഷെയറിൻ്റെ അകത്ത് നമ്മൾ എൻട്രി ചെയ്തില്ല. നമ്മൾ താഴെ മൈനസിൽ പോയി ഈ ഓപ്പൺ ആവുന്ന ഷെയറിനകത്തൊന്നും നമ്മൾ എൻട്രി ചെയ്യില്ല. നമുക്ക് ലെവലേ വന്നിട്ട് ഇറങ്ങുന്ന ഷെയറിനകത്ത് നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്കൊരു 7 ഷെയർ നമുക്ക് നല്ല രീതിയിൽ ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ചാർട്ടിൽ കാണിച്ചു തരാം. അത് ഈ എക്സ്പ്രോ ഇന്ത്യ എന്ന് പറയുന്ന 1171 ആവറേജ്, അതിൻ്റെ ചാർട്ട് കാണിച്ചു തരാം. എക്സ്പ്രോ ഇന്ത്യ ഓൾറെഡി ഇവിടെ ഉണ്ട്. അത് 1183 സംതിങ് ഹൈ പോയി. അതിന് ശേഷം 1171 താഴെ പോകുമ്പോഴേ നമ്മൾ എൻട്രി എടുക്കത്തുള്ളൂ. 71 താഴെ പോയപ്പോൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ 58. അതിനുശേഷം വീണ്ടും തിരിച്ച് ആ റേഞ്ച് വരുന്നുണ്ട്, വീണ്ടും ഇറങ്ങിപ്പോയി. പിന്നെ അത് ഇന്ന് ഹെവി ഫോൾ ആയതുകൊണ്ട് നല്ല രീതിയിൽ ഇതും പോയി 1102, 1103 റേഞ്ചിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 70 രൂപയ്ക്കടുത്ത് പ്രോഫിറ്റ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ഷെയർ യുണൈറ്റഡ് ഡ്രില്ലിംഗ് ടൂൾസ് എന്ന് പറയുന്ന ഈ ഷെയർ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പൺ ആയിട്ട് പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്ത് 289 അത് കട്ട് ചെയ്തപ്പോൾ നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് 210 രൂപ പ്രോഫിറ്റ് ഫസ്റ്റ് ടൈം തരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും സെക്കൻഡ് ടൈമിൽ വൺ സൈഡ് മൂവ്മെൻ്റ് മേപ്പോട്ട് വൺ സൈഡ് പോയി പ്രീവിയസ് ഡേ കട്ട് ചെയ്തു, R1 കട്ട് ചെയ്തു. തിരിച്ചിവിടെ ഇറങ്ങുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കാം. 303 റേഞ്ചിൽ എൻട്രി എടുക്കാം. ഞാൻ ഈ റേഞ്ചിൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രോഫിറ്റ് അധികം എടുത്തില്ല, 300 റേഞ്ചിൽ ഞാൻ കവർ ചെയ്തു. പക്ഷേങ്കിൽ അത് അവിടുന്ന് ലാസ്റ്റിൽ 263 വരെ പോയി, ഹെവി ആയിട്ട് താഴെ പോയി. അത് മാർക്കറ്റിൻ്റെ ഒരു ഹെവി ഫോളിൻ്റെ ബേസിലാണ് ഇതെല്ലാം പോയത്. അല്ലെങ്കിലും നമുക്ക് നോർമൽ ഒരു പ്രോഫിറ്റ് കിട്ടും. പിന്നീട് ക്വസ്റ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഷെയർ, ക്വസ്റ്റ് കോർപ്പറേഷൻ ഓപ്പണിങ് ഏകദേശം ഒരു ഫ്ലാറ്റായിട്ട് തുടങ്ങിയിട്ട് പ്രീവിയസ് ഡേ ഹൈയും R1 അടുത്തടുത്ത് അതിൻ്റെ മുകളിൽ പോയി തിരിച്ചിറങ്ങി. നമ്മൾ ഈ 527 റേഞ്ചിലൊരു എൻട്രി എടുത്തായിരുന്നെങ്കിൽ നമുക്ക് ഈ റേഞ്ച് 516 റേഞ്ച് ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ മാർക്കറ്റ് ഹെവി ഫോൾ തുടങ്ങിയ സമയത്ത് വീണ്ടും ഇത് ആ റേഞ്ചിൽ നിന്ന് ഹെവി ആയിട്ട് പോയി നോക്കി 485 വരെ പോയി. അതായത് 27-ഉം 15-ഉം 42 രൂപ താഴെ പോയിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ് കോർപ്പറേഷൻ. അടുത്തത് ഗ്രീൻ പ്ലൈ എന്ന് പറഞ്ഞ ഷെയർ, ഗ്രീൻ പ്ലൈ അതും ഇവിടെ R1 പ്രീവിയസ് ഡേ ഹൈ അടിക്കുന്നില്ല. രണ്ടാമത് ഇറങ്ങി വന്നിട്ട് തിരിച്ച് പ്രീവിയസ് ഡേ ഹൈ അടിച്ച് നമ്മളിവിടെ എൻട്രി എടുക്കും. 244 റേഞ്ച് എൻട്രി എടുത്താൽ നോക്കിയ വൺ സൈഡ് 221, ഏകദേശം 23 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അതിലും കൊടുക്കുന്നുണ്ട്. അടുത്തത് ഓറിയൻ്റ് ഇലക്ട്രിക്, ഓറിയൻ്റ് ഇലക്ട്രിക് ഓപ്പണിങ്ങിൽ R1 മുകളിൽ പോയി R1 താഴെ ഇവിടെ ഇറങ്ങുന്ന സമയത്ത് നമ്മളിവിടെ എൻട്രി എടുക്കും. ഇവിടെ എൻട്രി എടുത്താൽ 242 എൻട്രി എടുത്താൽ 246 മുകളിൽ സ്റ്റോപ്പ് ലോസ്. ഇവിടുന്ന് 225, ഏകദേശം 17-18 രൂപ അതിലും പ്രോഫിറ്റ് കാണിക്കുന്നു. നല്ല രീതിയിൽ. പിന്നെ സുബ്രോസ് എന്ന് പറഞ്ഞ ഷെയർ
സുബ്രോസ് ഫ്ലാറ്റ് ഓപ്പണിങ് നടത്തിയിട്ട് താഴെ വന്നു. അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി. അതിനുശേഷം ഇവിടെയാണ് അത് കട്ട് ചെയ്യുന്നത്. നമ്മളൊന്നിച്ച് ഇതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണ് എൻട്രി എടുക്കാം. അത് പോയില്ല. അതിന് ഇവിടെ കട്ട് ചെയ്ത് നമ്മൾ 567 എടുത്തിട്ട് ഈ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടും. അതൊരു 1 മണിക്കൂറിനുള്ളിൽ തന്നെ 541 വരെ വന്നു. അതിനുശേഷം വീണ്ടും അത് ഫോളായി 532 റേഞ്ച് വന്നു. നല്ല പ്രോഫിറ്റ്. നമ്മൾ എൻട്രി എടുക്കുന്ന 567 റേഞ്ചിൽ നിന്ന്. മാക്സിമം പ്രോഫിറ്റ് 32. അതിപ്പോൾ 35 രൂപയ്ക്കടുത്ത് പ്രോഫിറ്റ് അത് കാണിച്ചിട്ടുണ്ട്. പിന്നീട് ബി എം എൽ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇവിടെ ഹൈ അടിച്ചിട്ടുണ്ട്. ഇതും CPRൻ്റെ ഇത് മാറ്റുമ്പോൾ കാണാം, കണ്ടില്ലേ? നമ്മളിവിടെ എൻട്രി എടുത്താൽ 2750 എടുത്താൽ ഇവിടെ തന്നെ 2718 വരുന്നുണ്ട്. അതിനുശേഷം മാർക്കറ്റിൻ്റെ ഫോളിനനുസരിച്ച് ഹെവി ആയിട്ട് പോയി 2492, ഏകദേശം 160 രൂപ താഴെ പോയി. പിന്നെ ജി ഷിപ്പിംഗ് എന്ന് പറയുന്ന ഷെയർ R1 കട്ട് ചെയ്തില്ല. R1 അടുത്ത് വരെ പോയിട്ട് ഇറങ്ങിപ്പോകുന്നത്. നമ്മളെ എൻട്രി ഇവിടെ എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇവിടെ താഴെ വരുന്ന സമയത്ത് 994 എൻട്രി എടുത്താൽ പിന്നെ അത് 1998-99 വരെ പോകുന്നുണ്ട്. പക്ഷേ ഇത് തിരിച്ച് അതുപോലെ ഇറങ്ങി നമ്മൾ ഹൈ ഇവിടെ എഴുതുന്നത്. അവിടുന്ന് ലോ അടിച്ചത് 949, ഏകദേശം 44 രൂപ പ്രോഫിറ്റ് ഇത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാ ഷെയറും കണ്ടമാനം താഴെ പോയി. ഹെവി ഫോളായിരുന്നല്ലോ മാർക്കറ്റ്. അപ്പം ഇന്ന് കൂടുതൽ പ്രോഫിറ്റ് ഷെയറിനകത്ത് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ നോർമൽ ഒരു റേഞ്ച് 2-3% വെച്ച് ഷെയർ കിട്ടാറുണ്ട്. ഇനി നമുക്ക് നാളത്തേനെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഷെയർ നോക്കാം. നാളത്തേനെ നമ്മൾ 18 ഷെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ആവറേജ് വന്ന് തിരിയാനുള്ള ഷെയറുകൾ 2, 4, 6, 8, 9 ഷെയർ ആവറേജിനടുത്തുനിന്ന് ചാൻസ് ഉണ്ട് താഴെപ്പാൻ. അതിന് മുകളിൽ പോകണമെങ്കിൽ പിന്നെ നമ്മൾ ഈ പ്രീവിയസ് ഡേ ഹൈ അതല്ല എങ്കിൽ R1 R2 ഈ റേഞ്ചിൽ നോക്കുക. മാർക്കറ്റിൽ നിന്ന് നല്ല ഹെവി ഫോൾ ആൻഡ് ഓപ്പണിങ് ചിലപ്പോൾ കുറച്ച് പ്ലസ് വരും. അപ്പോൾ ഈ റേഞ്ചൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കുക. നമ്മളെപ്പോഴും എൻട്രി എടുത്താലും സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഐ ബട്ടണിൽ ഞാൻ വീഡിയോ കൊടുക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കാണും. നോക്കി പഠിച്ചതിന് ശേഷം മാത്രം ഞാൻ പറയുന്ന രീതി ട്രേഡ് എടുക്കുക. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.